നമസ്കാരം. ബീഹാറിന് പ്രത്യേക പദവി നൽകണം എന്നുള്ള ആവശ്യം ആവർത്തിച്ചുകൊണ്ട് ജെഡിയു രംഗത്തെത്തിയത് ഇന്നലെയാണ്. ദില്ലിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യം ജെഡിയു വീണ്ടും ഉന്നയിച്ചത്. കാലങ്ങളായുള്ള ആവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാം എന്ന് തന്നെയാണ് ജെഡിയു വിശ്വസിക്കുന്നത്. പ്രത്യേക പദവി സംസ്ഥാനത്തിന് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ജെഡിയുവിന് നൽകുന്ന ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഊർജ്ജം ചെറുതായിരിക്കില്ല. ബീഹാറിലെ 243 അംഗ നിയമസഭയിലേക്ക് 2025 ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. പക്ഷേ നിതീഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള എല്ലാ കണക്കുകൂട്ടലുകൾക്കും മുൻകൂട്ടി ഒരു തടയിട്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും LJP അധ്യക്ഷനുമായ ചിരാഗ് പാസ്വാൻ. ബീഹാറിന് പ്രത്യേക പദവി നൽകണം എന്ന ജെഡിയുവിന്റെ ആവശ്യത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറിനെ ഞെട്ടിച്ചിരിക്കുന്നത്. സഖ്യത്തിൽ ഒരുമിച്ചാണ് എങ്കിൽ പോലും സംസ്ഥാനത്ത് ഇരുചേരിയിലുള്ള പാർട്ടികളാണ് ഇവർ എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഈ ആവശ്യത്തെ സമ്മർദ്ദ തന്ത്രമായി ഒന്നും കാണേണ്ടതില്ല എന്നും ഇത് ജെഡിയുവിന്റെ മാത്രം ആവശ്യമല്ല എന്നുമാണ് ചിരാഗ് പാസ്വാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നേതാവ് നരേന്ദ്രമോദിയാണ്. ഞങ്ങളുടെ ഈ ആവശ്യം അദ്ദേഹത്തോടല്ലാതെ മറ്റാരോടാണ് പറയേണ്ടത് എന്ന ചോദ്യം കൂടി ചിരാഗ് പാസ്വാൻ ഉയർത്തുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബീഹാറിന് പ്രത്യേക പദവി ലഭിച്ചാൽ ഒറ്റയ്ക്ക് നേട്ടം കൊയ്യാം എന്നുള്ള നിതീഷ് കുമാറിന്റെ മോഹമാണ് ഇതോടുകൂടി മങ്ങലേറ്റിരിക്കുന്നത്. എന്തായാലും ചിരാഗ് പാസ്വാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിർണായകമായ പ്രതികരണം തന്നെയാണ്. ഇതൊരിക്കലും ഒരു സമ്മർദ്ദ തന്ത്രമല്ല, മറിച്ച് ആവശ്യം തന്നെയാണ്. ബീഹാർ കാലങ്ങളായി ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. സംസ്ഥാനത്തിന്റെ പിന്നോക്ക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനെന്നും അതല്ലാതെ ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമായി ഒന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുമാണ് നിലവിൽ ചിരാഗ് പാസ്വാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.